നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതായി ഇനി ഒന്നും നേടാനില്ല എന്ന് ചിന്തിച്ചിരിക്കുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ മനസ്സിൽ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലും സന്തോഷിക്കാനേ പോണില്ല. നമുക്ക് നേടാൻ കഴിയാതെ പോയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അതൊന്നും നിങ്ങൾക്കുള്ളതായിരുന്നില്ല എന്നതാണ് സത്യം. അല്ലെങ്കിലും കഴിഞ്ഞു പോയതൊന്നും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കില്ലല്ലോ. വരാനിരിക്കുന്ന നിമിഷങ്ങളെ സന്തോഷമുള്ളതാക്കാനല്ലേ കഴിയൂ. അതിന് മാത്രമല്ലേ സാധിക്കൂ. അതുകൊണ്ട് ആഗ്രഹങ്ങൾക്കായി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കാം. സ്വപ്നങ്ങൾക്കായി പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അതിൻ്റെ കൂടെ അറിയാതെ വന്നു ചേരുന്ന സങ്കടങ്ങളെയും സാഹചര്യങ്ങളെയും പരീക്ഷണങ്ങളാക്കിയെടുത്ത് അതിനെ മറികടക്കാൻ ശ്രമിക്കാം. ഒരുപാട് തിരക്കുകൾക്കിടയിലൂടെ സഞ്ചരിക്കുന്നവരാണ് നമ്മളെല്ലാം. അതിനിടയിൽ ഒരുപാട് ചിന്തകൾ നമ്മൾക്കുള്ളിലൂടെ വന്നു പോയിക്കൊണ്ടുമിരിക്കും. എന്നാൽ ഒരു ദിവസത്തിൽ എത്ര തവണ നാം സ്വന്തം മനസ്സിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്? നമ്മുടെ മനസ്സിനെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നിലനിർത്തിക്കൊണ്ടു പോകുന്നതിലാണ് നമ്മുടെ വിജയം. മനസ്സിലേൽക്കുന്ന മുറിവുകൾ ഉണങ്ങാൻ ഭയങ്കര പ്രയാസമാണ് എന്ന് പറയാറില്ലേ? അത് വളരെ ശരിയാണ്. ശരീരത്തിനുണ്ടാകുന്ന പല മുറിവുകളും ബുദ്ധിമുട്ടുകളും നമ്മൾ മരുന്നുകൊണ്ട് മാറ്റുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒന്നാണ് നമ്മുടെ മാനസികമായ ആരോഗ്യം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത്. ഫിസിക്കലി ഓക്കെ ആയിരിക്കാൻ എല്ലായ്പ്പോഴും ശ്രദ്ധിക്കുന്ന നമ്മൾ നമ്മുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി ചിന്തിക്കാറുണ്ടോ എന്നത് സംശയമാണ്. സാഹചര്യങ്ങളും ചുറ്റുമുള്ള മനുഷ്യരും നമുക്ക് നൽകുന്ന ഓരോ അനുഭവങ്ങളും അത് പലപ്പോഴും സങ്കടങ്ങളും സന്തോഷങ്ങളും ഇടകലർന്നതാകാം. എന്നാൽ കൂടുതലും സങ്കടങ്ങളാകാം, അല്ലേ? കാരണം എല്ലാവരും മനുഷ്യരാണ്. തെറ്റും കുറ്റവും എല്ലാം ഉള്ള മനുഷ്യർ. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിനെ മനസ്സിലാക്കി അവർ പെരുമാറണമെന്ന് നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ പറ്റില്ല. പകരം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമോ? എല്ലാവരെയും ഉൾക്കൊള്ളാൻ പറ്റുന്ന വിധം നമ്മുടെ മനസ്സിനെ വലുതാക്കുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ നമുക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷേ സമയമെടുത്ത് നാം അതിനുവേണ്ടി പരിശ്രമിച്ചാൽ അത് ഉറപ്പായും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിനെ പലപ്പോഴും സന്തോഷത്തോടു കൂടി കൊണ്ടുപോകേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിലും അതിനുവേണ്ടി ആരും നമ്മളെ സഹായിക്കില്ലല്ലോ. നമസ്കാരം. ഈ ലോകത്തിലെ എത്രയോ കോടിക്കണക്കിന് ആളുകളുണ്ട്. ഒരുപാട് സമ്പന്നരുണ്ട്, ഒരുപാട് വലിയ ജോലിക്കാരുണ്ട്, സമൂഹത്തിൽ വലിയ വലിയ സ്റ്റാറ്റസ് ഉള്ളവരുണ്ട്, ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന രാഷ്ട്രീയക്കാരുണ്ട്, അല്ലേ? എന്നാലേ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഒരാൾ മറ്റൊരാളുടെ മനസ്സിൽ ഓർമ്മിക്കപ്പെടുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ പറയാം. ഒരാളുടെ മനസ്സിൽ മറ്റൊരാൾ ഓർമ്മിക്കപ്പെടുന്നത് അയാൾ ചെയ്യുന്ന കരുണയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ഇപ്പോൾ നമ്മളുടെ കാര്യം തന്നെ എടുത്തു നോക്കിയേ. നമ്മൾ എത്രയെത്ര ആളുകളുമായി ഇടപഴകാറുണ്ട്. അതല്ലാതെ നമുക്ക് എത്രയെത്ര സുഹൃത്തുക്കളുണ്ട്. എന്നാലേ ഇവരിൽ എത്ര പേരെ നമ്മൾ ആത്മാർത്ഥമായി ഓർക്കാറുണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ?
ചില ആളുകളൊക്കെ ഉണ്ട്, അവർ അവരുടെ സമ്പത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, വലിയ ആളാവാൻ വേണ്ടി ശ്രമിക്കും. ചിലരാണെങ്കിലോ അവർ ചെയ്ത വലിയ കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് മുന്നിൽ വലുതാവാൻ ശ്രമിക്കാറുണ്ട്. ചില ആളുകൾ ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞ് സ്വയം ആത്മവൽക്കരിക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ ഇതൊക്കെ ആശ്ചര്യത്തോടെ കേൾക്കുമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഇവർക്കൊരു സ്ഥാനം കൊടുക്കാറുണ്ടോ? അതുമല്ലെങ്കിൽ നമ്മുടെ സന്തോഷത്തിലോ അല്ലെങ്കിൽ ദുഃഖത്തിലോ ഇവരെ നമ്മൾ ഓർക്കാറുണ്ടോ? ഇല്ല അല്ലേ? ചില സമയങ്ങളിലുണ്ടല്ലോ, നമ്മൾ ഏതെങ്കിലും ഒരാളെ, അതിപ്പോൾ നമുക്ക് പരിചയം കൂടെ ഇല്ലാത്ത ആളായിരിക്കും, പക്ഷേ പണ്ടൊരിക്കൽ അയാൾ നമുക്ക് ചെയ്ത കാരുണ്യത്തിൻ്റെ അംശമുള്ള വളരെ ചെറിയ ഒരു കാര്യത്തെ ഓർത്ത് ജീവിതത്തിലെ മിക്ക നിമിഷങ്ങളിലും നമ്മൾ അവരെ ഓർത്തുകൊണ്ടേയിരിക്കും അല്ലേ? ഞാൻ വളരെ ചെറിയ ഒരു ഉദാഹരണം പറയാം. ഒരിക്കലേ ഞാൻ ചെന്നൈയിൽ നിന്നും തൃശ്ശൂരേക്കുള്ള യാത്രയിലായിരുന്നു. സ്ലീപ്പർ കോച്ചിലായിരുന്നു യാത്ര. പേഴ്സിൽ കാര്യമായ പണമൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ ഒരു ഓൾറെഡി റിസർവ് ചെയ്ത ഒരു സ്ലീപ്പർ ടിക്കറ്റിലായിരുന്നു യാത്ര. ചെന്നൈയിൽ നിന്നും യാത്ര തുടങ്ങിയപ്പോൾ എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ പലതരക്കാരായ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, എല്ലാവരും സ്വന്തം വിടുവായത്തം കൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ വലിയ ആളാണ് എന്ന് വരുത്തി തീർക്കാനുള്ള തത്രപ്പാടിലായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ യാത്രയിലും. എല്ലാവരും ആവും വിധം വലിയ വലിയ കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരുന്നു. പുലർച്ചെ പുറപ്പെട്ട ട്രെയിൻ ഉച്ചതിരിഞ്ഞൊരു 3-3:30 കാണും. കോയമ്പത്തൂരും കടന്ന് പാലക്കാട്ടേക്കുള്ള യാത്രയിലായിരുന്നു. പെട്ടെന്ന് ടിക്കറ്റ് ചെക്കർ വന്നു. എല്ലാവരോടും ടിക്കറ്റ് ആവശ്യപ്പെട്ടു. ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ടിക്കറ്റ് കാണിച്ചു കൊടുത്തു. പക്ഷേ എൻ്റെ കയ്യിൽ ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഉടൻ തന്നെ TTE എനിക്കൊരു 500 രൂപ ഫൈൻ എഴുതി തന്നു. എന്നാൽ ഞാൻ ആകെ എൻ്റെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നത് 100 രൂപ. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ, ആരുടെ അടുക്കൽ സഹായം ചോദിക്കും എന്നറിയാത്ത ഒരവസ്ഥ. അതുവരെ എന്നോട് വിടുവായത്തം സംസാരിച്ചു കൊണ്ടിരുന്ന ഒരാൾ പോലും ആ സമയത്ത് എൻ്റെ മുഖത്ത് നോക്കുകയോ സഹായം വേണമോ എന്ന് ചോദിക്കുകയോ ചെയ്തില്ല. പക്ഷേ അപ്പുറത്തെ സെക്ഷനിൽ ഇതൊക്കെ കണ്ടുകൊണ്ടിരുന്ന ഒരാൾ എൻ്റെ അടുത്തോട്ട് വരികയും എന്താണ് കാര്യം എന്നന്വേഷിക്കുകയും ചെയ്തു. അതുവരെ ഞാൻ അദ്ദേഹത്തോട് സംസാരിച്ചു കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ആവശ്യം കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പണവും അദ്ദേഹം എനിക്ക് വേണ്ടി ചെലവഴിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അതല്ലേ യഥാർത്ഥ കാരുണ്യം എന്ന് പറയുന്നത്? ചെന്നൈയിൽ നിന്നും പാലക്കാട്ടേക്ക് പോയിരുന്ന ഒരു കഥകളി കലാകാരനായിരുന്നു അദ്ദേഹം. നമുക്കറിയാം കഥകളി കലാകാരന്മാരുടെ വേതനം. എന്നിട്ടും എന്നെ സഹായിക്കാൻ അദ്ദേഹം തൻ്റെ കയ്യിലുള്ള മുഴുവൻ തുകയും ചിലവഴിച്ചു. എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു കാര്യം, ഒട്ടും പരിചയമില്ലാത്ത ഒരാൾ ചെയ്തു തന്ന ഒരു സഹായം. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും പലപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായി മാറി. അതാണ് കാരുണ്യത്തിൻ്റെ ശക്തി. ഒരാൾ കരുണയുള്ളവനായാൽ അയാളുടെ കാരുണ്യം ലഭിക്കുന്ന എത്രയോ പേർക്ക് അദ്ദേഹത്തിൻ്റെ പാത പിന്തുടരാനുള്ള മനസ്സുണ്ടാകുന്നു. ഈ ലോകത്ത് ഏറ്റവും അധികം വേണ്ട കാര്യവും അതുതന്നെയല്ലേ? അങ്ങനെ മറ്റുള്ളവരുടെ മനസ്സിൽ ലഭിക്കുന്ന സ്ഥാനം ജീവിതത്തിൽ ഒരു കാലത്തും നഷ്ടപ്പെടില്ല. അവർക്ക് എന്നും നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു സ്ഥാനമുണ്ടാകും. ഇതുപോലെ എത്രയോ ചെറിയ ചെറിയ സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കാണും. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഉറപ്പായും ഉണ്ടാകും. നിങ്ങൾക്ക് ലഭിക്കുന്ന കാരുണ്യത്തിൻ്റെ ഒരു കണിക നിങ്ങൾ നിങ്ങളുടെ സഹജീവികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ ജീവിതം അല്ലെങ്കിൽ ഈ ലോകം തന്നെ എത്രയോ നല്ല ഒരവസ്ഥയിൽ എത്തിച്ചേരും.
നമസ്കാരം. നമ്മളൊക്കെ ജീവിതത്തിൽ ഓരോ ദിവസവും ഒന്നല്ലെങ്കിൽ വേറൊരു കാരണത്താൽ എപ്പോഴും ഡിപ്രസ്സായി വിഷമിച്ചിരിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല, ശരിയല്ലേ? ഒന്നല്ലെങ്കിൽ വേറൊരു കാരണം, എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഓരോ ദിവസവും നമ്മുടെ വളരെ ഡിപ്രഷൻ അല്ലെങ്കിൽ നല്ല സങ്കടമുള്ളതായിരിക്കും, ശരിയല്ല ഞാൻ പറഞ്ഞത്? ഇതിലേറ്റവും വളരെ 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 നെഗറ്റീവായിട്ട് മാത്രം ചിന്തിക്കുകയും എപ്പോഴും കഴിഞ്ഞ കാലത്തെക്കുറിച്ച് മാത്രം ആലോചിച്ച് വിഷമിച്ച് സങ്കടമായി ആകെ നിരാശരായിരിക്കുന്ന ഏറ്റവും വലിയ ഒരാളായിരുന്നു ഞാൻ. ബട്ട് നൗ ഐ എം നോട്ട് ലൈക്ക് ദാറ്റ്. അതിന് ഏറ്റവും വലിയ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തീരുമാനിച്ചു ഐ വാണ്ട് ടു ചേഞ്ച്. സ്വയം മാറണമെന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കണം. നമുക്ക് സന്തോഷമായിട്ട് ഓരോ നിമിഷവും നമ്മുടെ ജീവിതം ജീവിച്ച് തീർക്കണം എന്ന് നമ്മൾ സ്വയം വിചാരിക്കണം. അല്ലാതെ ഈ ലോകത്ത് ആരും നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പരിശ്രമിക്കില്ല. ആരൊക്കെ അത്ര ശ്രമിച്ചാലും നമുക്ക് സന്തോഷിക്കാനും കഴിയില്ല. നമ്മുടെ ഈ ഓരോ ദിവസവും അത് നമ്മൾ ആസ്വദിക്കുക. എൻജോയ് ദ എവരി മൊമെൻറ്റ് ഇൻ അവർ ലൈഫ്. കാരണം ഒരു ശ്വാസം കൊണ്ട് തീരാവുന്ന നിമിഷമല്ലേ നമ്മുടെ ജീവിതത്തിലുള്ളൂ.